ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് കഴിഞ്ഞ ഭാഗം 91 പ്രവർത്തികൾ 13-ാം അധ്യായം വാക്യം 45 മുതൽ 48 വരെയുള്ള ഭാഗത്ത് അനവധി യഹൂദന്മാർ നിത്യജീവനെ നിരാകരിച്ചപ്പോൾ വിജാതീയരിൽ വലിയൊരു കൂട്ടം കൃപയാൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു എന്ന് നാം ധ്യാനിച്ചു. ഇന്ന് ഭാഗം 92 പ്രവർത്തികൾ 13-ാം അധ്യായം 49 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. വാക്യം 13-ന്റെ 49-50 വാക്യം പ്രകാരം വായിക്കുന്നു. കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. വചന കേൾവിയാലും കർത്താവിലുള്ള വിശ്വാസത്താലും പുതിയ വിശ്വാസികൾ കർത്താവിൻ്റെ സാക്ഷികളായി തീർന്നു. അങ്ങനെ വചനം നാടെങ്ങും പരന്നു. പക്ഷേ അവിശ്വാസികളായ യഹൂദന്മാർ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും അപ്പോസ്തലന്മാർക്കെതിരായി ഇളക്കി കലഹമുണ്ടാക്കി അവരെ പീഡിപ്പിക്കാൻ വേണ്ടി ജനനേതാക്കളെ പ്രേരിപ്പിച്ചു. ആയതിനാൽ അപ്പോസ്തലന്മാർ ആ പട്ടണം വിട്ടു പോകേണ്ടി വന്നു. അവിടെ എപ്രകാരമുള്ള കഷ്ടങ്ങളും ഉപദ്രവവും സഹിച്ചുവെന്ന് വിവരിക്കുന്നില്ല. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ ആ കാര്യം വിസ്മരിക്കാതെ 2 തിമോഥെയോസ് 3-11 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലൂസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും അനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വാക്യം 13-51 നാം നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു: എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. കർത്താവിൻ്റെ കൽപ്പന പോലെ അപ്പോസ്തലന്മാർ തങ്ങളുടെ കാലിലെ പൊടി തട്ടിയിട്ട് പിസിദ്യയിലെ അന്ത്യോക്യ വിട്ട് 80 മൈൽ അകലെയുള്ള ഇക്കോന്യയിലേക്ക് പോയി. നാം വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 10-14 കർത്താവ് പറഞ്ഞ വാക്ക്: ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവേ. അപ്രകാരം മർക്കോസ് എഴുതിയിരിക്കുന്ന 6-11 ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവേ എന്നും അവരോട് പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. ഇതിനാൽ അന്ത്യോക്യയിലുള്ള യഹൂദന്മാരുടെ ഇനിമേൽ യാതൊരുവിധ കൂട്ടായ്മയോ ഉത്തരവാദിത്വമോ ഇല്ല എന്നും അവർ തെളിയിച്ചു. ഇക്കോന്യ എന്ന സ്ഥലം ഫുഗ്യയിലുള്ളതും ലുക്കോവിന്യയുടെ അതിർത്തിയിലുള്ളതുമായ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമാണ്. കിലിക്കിയെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന രാജപാത ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ യഹൂദന്മാർ വസിച്ചിരുന്നു. അധികം പ്രാധാന്യമില്ലാത്ത ഈ പട്ടണം പിസിദ്യൻ അന്ത്യോക്യ ജില്ലയുടെ തലസ്ഥാനമായിരുന്നു. വാക്യം 16 മുതൽ 52 വരെയുള്ള ഭാഗത്ത് ഒരു മാതൃകാ സുവിശേഷ പ്രസംഗം നമ്മൾക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. ഒന്ന്, വാക്യം 16-25 ഭാഗത്ത് ഒരു രക്ഷകൻ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. പുറപ്പാട്, മരുഭൂമിയിലെ പ്രയാണം, വിടുതൽ, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, രാജാക്കന്മാർ, സ്നാപക യോഹന്നാൻ എല്ലാവരും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ട് കാണാം. രണ്ടാമത് വാക്യം 26-37 വരെയുള്ള ഭാഗത്ത് ഒരു രക്ഷകൻ്റെ വരവിനെയും ഇഹത്തിൽ ആ രക്ഷകൻ്റെ യാതനകളെയും സഹനത്തെയും പറ്റിയും ശിക്ഷയ്ക്ക് വിധിച്ചു ക്രൂശിക്കപ്പെടുന്നു, ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേൽപ്പ്, എന്നേക്കുമായി ജീവിക്കുന്നു, ഇപ്രകാരമുള്ളത് പ്രതിപാദിച്ചിരിക്കുന്നു. വാക്യം 38 മുതൽ 41 വരെ നാം നോക്കുമ്പോൾ രക്ഷകനായ യേശുവിനെ അവതരിപ്പിച്ച് നമ്മെ നീതീകരിക്കുന്നവനായ രക്ഷയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ രക്ഷയുടെ അനുഭവക്കാരാകാതെ ത്യജിക്കുന്നവർക്ക്, നിരാകരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് അവിടെ നൽകുന്നുണ്ട്. നാലാമതായിട്ട് വാക്യം 42-44 വരെ പ്രസംഗത്തിൻ്റെ ഫലമായി ചിലർ വചനം വീണ്ടും കേൾക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. അഞ്ചാമതായിട്ട് വാക്യങ്ങൾ 48, 49, 52 ഈ വാക്യങ്ങളിൽ ചിലർ കർത്താവിൽ വിശ്വസിച്ച് രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആറാമതായിട്ട് വാക്യങ്ങൾ 45, 46, 50
മറ്റു ചിലർ അപ്പോസ്തലന്മാരോട് എതിർപ്പ് പ്രകടിപ്പിച്ചതായിട്ട് കാണാം. ഇന്നത്തെ കാലത്ത് സുവിശേഷത്തെ സ്വീകരിക്കുന്നവരും രക്ഷയുടെ അനുഭവത്തിൽ വിശ്വാസത്തോടുകൂടി നിലനിൽക്കുന്നവരുമുണ്ട്. ആയതുപോലെ തന്നെ വചനത്തോട് എതിർത്ത് നിത്യനാശത്തിലേക്ക് പിന്തിരുന്നവരായും പലരെയും തീരാം. വാക്യം 52 നാം വായിക്കുന്നു, ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. തങ്ങളെ പിസിദ്യയിലെ അന്ത്യോക്യ നിവാസികളിൽ പലരും നിരസിച്ചു. അങ്ങനെ അപ്പോസ്തലന്മാർ ഇക്കോന്യയിലേക്ക് പോയി എന്ന് നാം മുൻപ് പറയുകയുണ്ടായി. അപ്പോസ്തലന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു എന്ന് നാം വായിക്കുന്നു. നിറഞ്ഞു എന്ന ഗ്രീക്ക് ക്രിയ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പൂർത്തിയാക്കിയ കാലത്തിലല്ല, പിന്നെയോ കഴിഞ്ഞ സമയത്തിലെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ശിഷ്യന്മാർ അനുദിനം തുടർച്ചയായി പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. തുടക്കത്തിൽ ഒരു പ്രാവശ്യം അനുഭവപ്പെടുന്ന ഒന്നല്ല ആത്മാവിൻ്റെ നിറവ്. പിന്നെയോ നൽകപ്പെട്ടിരിക്കുന്ന ആവശ്യങ്ങൾക്കും ലക്ഷ്യത്തിനുമനുസരിച്ച് ദൈവത്തിനായി പുതുതായി നിറയപ്പെടുന്ന ഒരു ജീവിതമാണത്. ദൈവ പൈതലിൻ്റെ ആത്മീയ ജീവിതം നിരന്തരം പുതുക്കപ്പെടുന്നതായിരിക്കണം. ദൈവ പൈതലിൻ്റെ ആത്മീയ ജീവിതം നിരന്തരം പുതുക്കപ്പെടുന്നതായിരിക്കണം. എഫേസ്യ ലേഖനം 4:22 മുതൽ 24 വരെ നാം വായിക്കുമ്പോൾ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവേ എന്നാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ ആത്മീയ നിറവ് ഇന്നുള്ള സഭയിലെ സർവർക്കും ഉളവായിരുന്നെങ്കിൽ അനേകർ ദൈവസഭയോട് ചേർന്ന് വരുവാൻ തക്കവണ്ണം വചനഘോഷണം ഫലപ്രദമാകുമായിരുന്നു. പക്ഷേ ഇന്ന് അപ്രകാരം ഉള്ള വ്യക്തി ജീവിതങ്ങൾ വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ അടുത്തിടെ ഒരു സുവിശേഷകൻ ആയിട്ട് ഉള്ള വ്യക്തി പറയുന്നത് കേട്ടു, അതിശയം തോന്നി. ദൈവവചനത്തെ എത്രമാത്രം നിസ്സാരമായി കരുതുന്നു. വളരെ പ്രയാസവും ക്ലേശവും ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇന്ന് മനുഷ്യർ സാമ്പത്തിക ചിന്തകളിലേക്കും മറ്റ് ഭൗതിക ജീവിത ചിന്താഗതികളിലേക്കുമൊക്കെ മനുഷ്യനെ മാറ്റിമറിക്കുകയാണ്. ഒരു ഉദാഹരണം പറയുന്നത്, കർത്താവെല്ലാം ക്ഷമിക്കും, നിങ്ങളെന്ത് ചെയ്തുകൊള്ളുക, പക്ഷേ ദൈവം ക്ഷമിക്കും, ഒരു വട്ടം നിങ്ങൾ പറഞ്ഞാൽ മതി. ജീവിതത്തിൽ ദൈവവചനം തരുന്നത് തിന്മയിൽ പ്രവൃത്തിച്ച് ജീവിക്കുവാനല്ല. ഒരു വട്ടം വചനം കേട്ടാൽ, ആ വചനം ഉൾക്കൊണ്ടാൽ, ആ വചനത്തിന് അനുസരണമായിട്ട് ജീവിക്കുക, തുടർച്ചയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുദിനം പ്രാപിക്കുക, അതാണ് ആവശ്യം. അല്ലാതെ ജീവിതം മുഴുവൻ തിന്മ പ്രവർത്തിച്ചുകൊണ്ട് വചനം കേട്ടിട്ടും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിച്ചിട്ട് മരണത്തിന് മുമ്പ് ഒരു നിമിഷം പശ്ചാത്തപിച്ച് കാണിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ദൈവം നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നു. നമ്മൾ നിഷ്കളങ്കരോ നിർമ്മലരോ സത്യത്തിൽ നമ്മൾ അനുതാപിയോ എന്ന്. തിരുവചനം തള്ളിക്കളഞ്ഞിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഇച്ഛയ്ക്കനുസരണമായിട്ട് ജീവിച്ചിട്ട് ഒരു സമയം വരുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് പലപ്പോഴും വ്യർത്ഥമായി തീരാനും സാധ്യതയുണ്ട്. നനയാത്ത നേരത്താകും നമ്മളെ വിളിച്ചുകൊണ്ട് പോകാൻ ആൾ വരിക. അതിന് അവസരം കിട്ടിയെന്ന് വരത്തില്ല. പലരും നടക്കുന്ന വഴിയിൽ വീഴുന്നുണ്ട്, ഇരിക്കുന്ന ഇരിപ്പിൽ വീഴുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടൊരു പശ്ചാത്തപിക്കുവാനോ ഒരു പാപക്ഷമയ്ക്കുള്ള അവസരമോ കിട്ടത്തില്ല. അതുകൊണ്ട് ജീവിക്കാൻ തരുന്ന ദൈവത്തിൻ്റെ അവസരം, ആ ദൈവത്തിൻ്റെ ദാനം, അത് തക്കത്തിൽ ഉപയോഗിക്കുക. സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും പരിശുദ്ധാത്മാവിന് നിറവിലും ജീവിപ്പാൻ അതിനായിട്ട് ദൈനംദിനം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ട്. അനുദിനം രാവിലെയും വൈകിട്ടും, ദൈവമേ എന്നെ ആത്മാവിൽ നിറച്ച് എന്നെ വഴി നടത്തണമേ. അങ്ങയുടെ ഹിതത്തിന് വിപരീതമായി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങ് പൂർണ്ണമായി എന്നിൽ കർത്തൃത്വം നടത്തണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ ആയിത്തീരട്ടെ. എവരുടെയും ദൈവം അനുഗ്രഹിക്കട്ടെ, കൃപയിൽ പൊതിയട്ടെ. ആമേൻ.